നമസ്കാരം. സെറ്റുകളെ പറ്റി പഠിക്കുന്ന ഈ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞു ടോപ്പിക്കുകൾ പറഞ്ഞിരുന്നു. അതിലാദ്യം വരുന്നത് സെറ്റിനെ പറ്റിയുള്ള കൃത്യമായ ഡെഫിനിഷനാണ്. ഒരു സെറ്റ് എന്ന് പറയുന്നത് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാകാം വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്? അത് ഒരുപക്ഷെ ഉദാഹരണത്തിന് നമുക്ക് സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ എല്ലാ അക്ഷരങ്ങളെയും പറ്റി പറയുന്നത്. അവിടെ ഒരു സംശയം ഉണ്ടാവാൻ നമുക്ക് യാതൊരു സാധ്യതയുമില്ല. കൃത്യമായി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ 26 അക്ഷരങ്ങൾ ചേർന്ന ഇംഗ്ലീഷ് അക്ഷരമാല. അതുപോലെ തന്നെയാണ് ഉദാഹരണത്തിന് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഈ 10 താഴെ വാല്യൂ ഉള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഏതൊക്കെയാണ്? 1 മുതൽ 9 വരെ, 1, 2, 3, 4 തുടങ്ങി 7, 8, 9 വരെ വരുന്ന എല്ലാ നമ്പേഴ്സും ആ പറഞ്ഞ സെറ്റിൽ വീഴുന്നു. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്തതുപോലെ എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. അവിടെ ഡെഫിനിഷൻ കൃത്യമായിരിക്കണം. ആ ഓബ്ജക്ട്സ് ഏതാണെന്ന് ആർക്കും യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റണം. ഇനി സെറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ സെറ്റുകളെയും നോർമലി റെപ്രസെൻ്റ് ചെയ്യുന്നത്, നോർമലി അവയെ കാണിക്കുന്നത്, എഴുതുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ അക്ഷരങ്ങൾ കൊണ്ടാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ്. ഉദാഹരണത്തിന് ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C എക്സെട്ര, ക്യാപിറ്റൽ XYZ ഏത് അക്ഷരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി അതുകൂടാതെ ഈ ഓരോ സെറ്റിലും ഒരുപക്ഷെ പല എലമെൻറ്റ്സ് ഉണ്ടാവും. ചില സെറ്റുകളിൽ ഒരു എലമെൻറ്റും ഉണ്ടാവത്തില്ലായിരിക്കും. അതിന് നമ്മൾ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നു. ചില സെറ്റിൽ കുറച്ച് അംഗങ്ങളുണ്ടാവും, എലമെൻറ്റ്സ് ഉണ്ടാവും. ഒരു സെറ്റിൽ ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ എലമെൻറ്റ്സും അതിൽ തന്നെ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്നും പറയുന്നു. നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കുകളിലും വരുന്ന വീഡിയോയിലും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യും. എലമെൻറ്റ്സ് ഓഫ് ഈച്ച് സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. ലൈക്ക് ഈ നമ്മളൊരു ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C എന്ന് പറയുന്ന സെറ്റ് റെപ്രസെൻറ്റേഷൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ അതിലെ അംഗത്തിനെയും നമ്മൾ സ്മോൾ a, സ്മോൾ b, സ്മോൾ c തുടങ്ങി സ്മോൾ XYZ മുതലായ സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി സെറ്റ് റെപ്രസെൻറ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ പ്രധാനമായും റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നുള്ള ഫോമിലാണ്. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. ഓക്കെ, നമ്മൾ ഇനി സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷനിലേക്ക് കടക്കുമ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് സെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നെന്ന് പറയുന്നത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം, രണ്ടാമത്തേത് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് റോസ്റ്റർ ഫോമിൻ്റെ രണ്ട് എക്സാമ്പിളുകളാണ്. ഈ എക്സാമ്പിൾ ഒന്നിൽ പറയുന്നത് സെറ്റ്സ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഫ്രെയിമിംഗ് ദ വേർഡ് സ്കൂൾ എന്നുള്ള ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓരോ അക്ഷരങ്ങളെയും കൃത്യമായി കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം രണ്ട് കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലുള്ള ഓരോ ഐറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഓരോ ലെറ്റേഴ്സിനെയും വേർതിരിച്ച് പറയുകയാണെങ്കിൽ S ഉണ്ട്, C ഉണ്ട്, H ഉണ്ട്, O ഉണ്ട്, L ഉണ്ട്. 2 തവണ O വരുന്നുണ്ട്. അത് 2 റെപ്പറ്റീഷൻ ആയതുകൊണ്ട് എടുത്തെഴുതുന്നില്ല, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 42 എന്നുള്ള ഒരു നമ്പറിനെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ നമ്പർ. അത് ഏതൊക്കെ നാച്ചുറൽ നമ്പറാണോ, ഒരു നാച്ചുറൽ നമ്പറല്ല, പല നാച്ചുറൽ നമ്പറുണ്ട്. ആ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെ ഒരു സെറ്റിനെ നമ്മൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ടാബുലാർ ഫോമിൽ അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ആദ്യം രണ്ട് എൻഡിലുമായി കേളി ബ്രാക്കറ്റ്സ് ഉണ്ടായിരിക്കണം, ഈ കാണിക്കുന്നത് പോലെ. അതുകൂടാതെ ഓരോ ഐറ്റത്തിനെയും നമ്മൾ കൃത്യമായി എഴുതിയതിനു ശേഷം അതിനെ കോമ സെപ്പറേറ്റഡ് ആയിരിക്കുകയും വേണം. 42 ഇപ്പോൾ ഓരോ ഐറ്റത്തിനെയും നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 42 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ നമ്പറായ 42 തന്നെ കിട്ടും. ഇത് അതേപോലെ തന്നെ 42 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 21 കിട്ടും. 42 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 14 കിട്ടും. 42 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ 7 കിട്ടും. അങ്ങനെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ കൊടുക്കുന്നു. അപ്പോൾ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ഒരു കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ
ഓരോ ഐറ്റത്തിനെയും കൃത്യമായി കോമ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇനി സെറ്റ് റെപ്രസെൻറ്റേഷനിലെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്നുള്ള ഒരു ഡെഫിനിഷനിൽ എഴുതുന്നതിനാണ്. സെറ്റ് ബിൽഡർ ഫോമിലും നമ്മൾ ഒരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കോമൺ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ആ സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബേസ്ഡ് ഓൺ എ കോമൺ പ്രോപ്പർട്ടി ഓൺഡ് ബൈ ഈച്ച് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ദ എക്സാമ്പിൾ ഇൻ ടെക്സ്റ്റ് ബുക്ക് ഇസ് സെറ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് വോവൽസ്. ഇംഗ്ലീഷിൽ വരുന്ന എല്ലാ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് അത് ഏതാണെന്ന് അറിയാം. AEIOU എന്നുള്ള 5 അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിൽ വരുന്ന സ്വരാക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ വവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ A ആണ് ആ സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ ലെറ്ററാണ് പൂർണ്ണമായും ആ സെറ്റിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇനി സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും അതിനകത്തുള്ള ഈച്ച് യൂണിറ്റ്സിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ക്യാപിറ്റൽ A ഈസ് എ സെറ്റ് ഓഫ് എന്നാണ് ഇതിനെ വായിക്കേണ്ടത്. A ഈസ് ഈക്വൽ ടു 2 കേളി ബ്രാക്കറ്റിനുള്ളിലായിരിക്കും സെറ്റിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ. അപ്പോൾ നമ്മളത് വായിക്കേണ്ടത് A ഈസ് ദ കളക്ഷൻ ഓഫ്, അല്ലെങ്കിൽ A ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് വെയർ എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമ്മളത് വാക്കാലെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസാലെ എഴുതി കൺഫേം ചെയ്യുന്നു.